ഇന്ന് രാവിലെ മുതൽ തുരുതുരാ മെസ്സേജാണ്. രേവതിയുടെ പേര് രഞ്ജിത്തിനെതിരെ ഇന്നലെ ആരോപണം ഉന്നയിച്ച പയ്യൻ പറഞ്ഞത് നീ കേട്ടില്ലടാ. ആക്ച്വലി ഇന്നലെ നൈറ്റിലാണ് ഈ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നത്. ഇന്ന് രാവിലെ മുതൽ ഞാൻ നല്ല ബിസി ആയിരുന്നു. മലപ്പുറം ഫുട്ബോൾ ക്ലബിൻ്റെ ഒരു ഇവൻറ്റും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്ത് ഇപ്പം ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ടുള്ളൂ. അപ്പോൾ നോക്കാം നമുക്ക് എന്താണ് കാര്യങ്ങൾ എന്നുള്ളത്. സംഗതി ഇന്നലെ രഞ്ജിത്തിനെതിരെ ആരോപണം ഉന്നയിച്ച പയ്യൻ പത്രമാധ്യമങ്ങളോട് സംസാരിച്ച സമയത്ത് ആദ്യം ഈ പയ്യൻ ഇത് റിവീൽ ചെയ്ത സമയത്ത് അത് രഞ്ജിത്ത് വളരെ മോശമായിട്ട് ബിഹേവ് ചെയ്തു, ഇങ്ങനെ ന്യൂഡായിട്ട് നിർത്തി എന്നൊക്കെ പറഞ്ഞ സമയത്ത് ഒരു നടി ഫോണിലുണ്ടായിരുന്നു. ആ നടിക്ക് രഞ്ജിത്ത് ഫോട്ടോസ് അയച്ചു കൊടുത്തു എന്നാണ് പറഞ്ഞത്. അവിടെ എവിടെയും പേര് റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ലേറ്റർ ഓൺ മാതൃഭൂമിയിൽ ഈ പയ്യൻ ഈ പേര് റിവീൽ ചെയ്തു. അതിനുശേഷം പത്രമാധ്യമങ്ങൾ വീണ്ടും കേസും കാര്യങ്ങളൊക്കെ പയ്യൻ കൊടുത്ത് മൊഴി കൊടുക്കാൻ പോകുന്നതിന് മുമ്പോ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടോ ആണ് എന്താണെങ്കിലും അവർ ചോദിച്ച സമയത്ത് വീണ്ടും ഈ പയ്യൻ രേവതി എന്നുള്ളൊരു പേര് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ അവിടെ പ്ലേ ചെയ്യാം. ചിത്രങ്ങളൊക്കെ എടുത്ത് ആർക്കൊക്കെ അയച്ചു കൊടുത്തു എന്നൊക്കെ നിങ്ങൾ ആ പരാതി പറയുന്നുണ്ടല്ലോ. അതെ, അത് എന്നെ ആക്ച്വലി രഞ്ജിത്ത് ഈ ഒരു റൂമിലുള്ള സമയത്ത് എന്നോട് ഡ്രസ്സ് ന്യൂഡായിട്ട് നിൽക്കാൻ പറഞ്ഞ സമയത്ത് രഞ്ജിത്ത് ഒരു നടിയുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ നടിയുടെ പേര് ഞാൻ വെളിപ്പെടുത്തിയിട്ടുണ്ട്, മാതൃഭൂമി ന്യൂസിൽ ഞാൻ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ പേര് രേവതിയാണ്. നടി രേവതിയായിരുന്നു. അവരുടെ പേര് രേവതിയാണെന്നാണ് എന്നോട് പറഞ്ഞത്. സോ രേവതിയായിട്ട് രഞ്ജിത്തിന് ബന്ധമുണ്ടോ ഇല്ലയോ എനിക്കറിയില്ല. ഇല്ല, എൻ്റെ ഫോട്ടോസ് എടുത്തിട്ട് എങ്ങനെ അയക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു ആർക്കാണ് അയക്കുന്നത്. അപ്പോൾ പറഞ്ഞു രേവതിക്കാണെന്ന് പറഞ്ഞു. രേവതി ഉണ്ട്, അവർ നിന്നെ കണ്ടിട്ട് ഇഷ്ടമായി എന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത്. ബാംഗ്ലൂരിലെ റൂമിൽ വെച്ചിട്ടാണ് ഈ സംഭവം. അവിടെ ബാവുട്ടിയുടെ നാമത്തിൽ സിനിമയുടെ ലൊക്കേഷൻ പാക്കപ്പ് ആയതിനു ശേഷം ഓഡിയോ ലോഞ്ചോ അങ്ങനെ എന്തോ ബന്ധപ്പെട്ടിട്ടാണ് ആൾ ഉണ്ടായിരുന്നത്. ആൾ അവിടുന്ന് എന്നോട് പറഞ്ഞത് അതിനുശേഷം അബുദാബിയിൽ എന്തോ ഒരു ഫംഗ്ഷന് പോയി, എന്തോ ഫിലിം ഫെയർ എന്തോ അവാർഡ് ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് വരികയാണ്. സോ ആൾ ബാംഗ്ലൂരിൽ എത്തുമെന്ന് പറഞ്ഞു. അങ്ങനെ ബാംഗ്ലൂരിലേക്കാണ് ഞാൻ പോയത്. ഓക്കെ, അപ്പോൾ ഈ പയ്യൻ പറയുന്നത് അതായത് രേവതി എന്നുള്ള ഒരു ആക്ട്രസിന് ഞാൻ നിന്റെ ഫോട്ടോസ് അയച്ചു കൊടുത്തു എന്നുള്ള രഞ്ജിത്ത് ഈ വ്യക്തിയോട് പറഞ്ഞു എന്നാണ്. പക്ഷെ ഇത് ഏതാ രേവതി എന്നുള്ള അറിയില്ല. ആക്ട്രസ് രേവതി അല്ലെങ്കിൽ ഒരു ആക്ട്രസ്സാണ് രേവതി എന്നുള്ള പേരാണ് പറഞ്ഞത്. ഇങ്ങനെയാണ് ഈ വ്യക്തി പറയുന്നത്. ഇതാണ് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ കാണുന്നത്. ഓബിയസ്ലി അറിയാലോ, രേവതി ഈസ് എ പാർട്ട് ഓഫ് WCC. അവർ ഈ പറഞ്ഞ എന്താ പറയുക, ഒരുപാട് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും ഒക്കെ പാർവതി തിരുവോത്ത് പോലെ തന്നെ രേവതിയും അവരുടെ ഒരു വൈറ്റൽ പാർട്ടാണ് WCCയുടെ. സോ അങ്ങനെയുള്ളപ്പോൾ ഈ മൊത്തം നടക്കുന്ന സംഭവ വികാസങ്ങൾ മൊത്തത്തിൽ ഒരു യൂട്ടേൺ അടിച്ചോ എന്നുള്ളൊരു ചോദ്യമാണ്. ചില മീമും ട്രോളൊക്കെ കണ്ട് ഞാൻ ഹാമർ ഇങ്ങനെ പോകുന്നു, അടിക്കുന്നു, തിരിച്ച് മുഖത്തേക്കിങ്ങനെ അടിക്കുന്നു, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കണ്ട് ഞാൻ. അപ്പോൾ കുറേ ട്രോളും സാധനങ്ങളൊക്കെ രാവിലെ മുതൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, പയ്യൻ്റെ നഗ്ന ഫോട്ടോ രഞ്ജിത്തിന് അയച്ചു കൊടുത്തത് നടി രേവതിക്ക്. ഓക്കെ, നഗ്ന ഫോട്ടോ അയച്ചു കൊടുത്ത രേവതിക്ക് അവർക്കിത് ഇഷ്ടപ്പെടും എന്നാണ് രഞ്ജിത്ത് പയ്യനോട് പറഞ്ഞത്. രഞ്ജിത്ത് ചെയർമാൻ ആയപ്പോൾ കൊടുത്ത 2 അവാർഡുകൾ: മികച്ച നടി രേവതി 2022, മികച്ച ചിത്രം കാതൽ 2024. നിങ്ങൾക്ക് ഊഹിച്ചാൽ മനസ്സിലാവും എന്താണ് ആ ട്രോളിന് അർത്ഥം എന്നുള്ളത്. പിന്നെ അങ്ങനെ ഇഷ്ടംപോലെ ട്രോൾ പേജസിൽ ഇഷ്ടംപോലെ ട്രോളുകളും കാര്യങ്ങളൊക്കെ ഒരു സൈഡിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരുപാട് പേര് എനിക്ക് ഷെയർ ചെയ്ത് തന്നൊരു വീഡിയോ ആണ് ക്രൈം സ്റ്റോറി. ക്രൈം നന്ദകുമാർ, ക്രൈം അറിയാലോ നിങ്ങൾക്ക്. അതായത് കേരളത്തിൽ മലയാളികൾക്ക് അറിയുന്ന സിനിമാക്കാർ റിലേറ്റഡ് ആയിട്ടുള്ള ഇങ്ങനത്തെ ഗോസിപ്സ്, ബസ് കാര്യങ്ങളൊക്കെ അങ്ങനെ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു മഞ്ഞ ചാനൽ എന്ന് പറയാൻ പറ്റും. സോ കോൾഡ് മഞ്ഞ ചാനൽ ക്രൈം നന്ദകുമാർ ഇതിനിടയിൽ കേസിലൊക്കെ അകത്തായിരുന്നു. ആൻഡ് ക്രൈം ആ ഒരു യൂട്യൂബ് ചാനലിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നതിന് മുമ്പാണ് ക്രൈം സ്റ്റോറീസ് എന്ന് പറഞ്ഞാൽ ഈ ക്രൈം ചാനലിൽ ഇങ്ങനെ പറയുന്നത് കേൾക്കണമെന്നുണ്ടെങ്കിൽ ആളുകൾ എന്താ വിചാരിക്കാറ്, അതൊക്കെ സിനിമാക്കാർ റിലേറ്റഡ് ഗോസിപ്സ് ആണ്, മറ്റേതാണ് പറഞ്ഞത്. ഇപ്പോൾ കുറേ പേര് ഇതൊക്കെ വിശ്വസിക്കാനും തുടങ്ങി. ലൈക്ക് ഈ ഒരു ഇൻസിഡൻറ്റ്, അതായത് ഈ ഒരു വ്യക്തി വരുന്നു, രഞ്ജിത്ത് ഇങ്ങനെ വളരെ മോശമായ രീതിയിൽ ഈ വ്യക്തിയോട് ഇങ്ങനെ ചെയ്തു. ആ ചെയ്ത സമയത്ത് ഫോട്ടോസ് രഞ്ജിത്ത് ഈ പയ്യനെ നിർത്തി ഫോട്ടോസ് എടുത്തത് അത് രേവതിക്ക് അയച്ചു. ഓക്കെ, ഒരു ആക്ട്രസിനാണ് അയച്ചു കൊടുക്കണതെന്ന് പറഞ്ഞു. പിന്നെ അത് രേവതിക്കാന്ന് പറയുന്നു. ഇതിന് ശേഷം ലൈക്ക് ആളുകൾ എന്താണെങ്കിലും ഓബിയസ്ലി രഞ്ജിത്ത് രേവതി എന്നൊക്കെ പറഞ്ഞിട്ട് യൂട്യൂബ് നോക്കുമല്ലോ. അങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ ഇത് സ്ഥിരമായിട്ട് കാണുന്നവർക്ക് കണക്ട് ചെയ്തതായിരിക്കണം. 5 ദിവസം മുമ്പ് ആണ് ക്രൈം സ്റ്റോറിയിൽ മമ്മൂട്ടിയെ സാക്ഷിയാക്കി നായികയെ കീഴടക്കിയ സംവിധായകൻ രഞ്ജിത്ത് രേവതിയെ ഗർഭിണിയാക്കി ഭാര്യയെ
ഭ്രാന്തിയാക്കി. പോരാഞ്ഞ് മമ്മൂട്ടിയുടെ നായികയെ കയറി പിടിച്ച് രഞ്ജിത്ത്. ഇങ്ങനെ കുറേ രഞ്ജിത്ത് രേവതി എന്തോ റിലേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വീഡിയോസ് ഈ ചാനലിൽ ഞാൻ കണ്ടു. കുറേ പേര് എനിക്കിത് അയച്ചു തന്നു. എനിക്കറിയാത്തത് ആക്ച്വലി ഈ പറഞ്ഞ ഈ വെളിപ്പെടുത്തൽ, അതായത് ആ ഒരു വളരെ മോശം എക്സ്പീരിയൻസ് രഞ്ജിത്തിൽ നിന്നുണ്ടായി എന്ന് പറയുന്ന ആ വ്യക്തിക്ക് തന്നെ അത്ര ക്ലാരിറ്റി ഇല്ല. അതായത് ഈ ഏത് രേവതി എന്നാണ് പറഞ്ഞതെന്നുള്ളത്. ഒരു ആക്ട്രസിന് അയച്ചു കൊടുക്കുന്നു എന്ന് പറഞ്ഞു, പിന്നെ ലേറ്റർ ഓൺ രേവതി എന്ന് പറഞ്ഞു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞാനൊരു കാര്യം ചോദിക്കാം. ഈ രഞ്ജിത്ത് എന്ന് പറഞ്ഞ ഡയറക്ടർക്ക് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ രേവതിയുമായിട്ടുള്ളൊരു കണക്ഷൻ ഇപ്പോൾ ഇതേപോലെ കുറേ ഇപ്പോൾ സിനിമ ഫീൽഡുമായിട്ട് റിലേറ്റഡ്, അല്ലെങ്കിൽ സിനിമയിലെ ഗോസിപ്സ് കൂടുതലായിട്ട് ഫോളോ ചെയ്യുന്നവർക്ക് ഈ രഞ്ജിത്ത് രേവതി, ഇത് ഞാൻ ഇപ്പോൾ കുറച്ച് പേരോടൊക്കെ ചോദിച്ചപ്പോൾ വർഷങ്ങളായിട്ട് ഈ രഞ്ജിത്ത് രേവതി എന്നുള്ള കാര്യം ഇങ്ങനെ പറഞ്ഞു വരുന്നുണ്ട്. കുറേ ഗോസിപ്പ് സാധനങ്ങൾ പറഞ്ഞു വരുന്നുണ്ട്. ഈ രഞ്ജിത്ത് രേവതി റിലേഷൻ ഗോസിപ്പ്, അത് ഇത് എന്തൊക്കെയോ കുട്ടി ഗർഭം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് കുറേയൊക്കെ ഇത് ഫോളോ ചെയ്യുന്ന ആളുകളോട് ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. ഓക്കെ, ചിലപ്പോൾ ഇത് ഈ പയ്യനും അറിയുമായിരിക്കുമെങ്കിലോ, അതുകൊണ്ട് രേവതി എന്നുള്ളൊരു പേര് അവിടെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്തതായിരിക്കും, അല്ലാതെ അതിനൊരു പ്രൂഫോ കാര്യങ്ങളോ ഇല്ല. പിന്നെ ഈ ക്രൈമിലൊക്കെ വരുന്ന കാര്യങ്ങൾ ഞാൻ വേണമെങ്കിൽ ചെറിയൊരു പാട്ട് ഞാനിവിടെ വയ്ക്കാം, കാരണം അങ്ങനത്തെ സാധനങ്ങളാണ് ഇതിലൊക്കെ അടിച്ച് വിട്ടുകൊണ്ടിരിക്കുന്നത്. രഞ്ജിത്തിന് രേവതി ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. ഏത് സമയത്ത് ഫോണിലൂടെയാണെങ്കിൽ നേരിട്ടും രഞ്ജിത്ത് രേവതിയോട് ഇഴുകിച്ചേർന്നുകൊണ്ട് മനസ്സും തമ്മിൽ ഒന്നിച്ച്, അവർ ശരീരവും മനസ്സും ഒന്നിച്ച് അങ്ങനെ യാത്ര ചെയ്തു. അതിലൊരു കുട്ടി ജനിച്ചു. ഈ സമയത്താണ് ഭാര്യ അറിയുന്നത്. ഭാര്യ ആകെ പ്രശ്നമായി. പിന്നീട് അവർക്ക് മാനസിക നില തെറ്റി. കാരണം അത്രയും അവർ രഞ്ജിത്തിനെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. മാനസിക നില തെറ്റി അവർ ഭ്രാന്തിയായി എന്നുള്ളതാണ് സത്യം. അതോടൊപ്പം തന്നെ ഈ രേവതി പ്രശ്നം വാർത്തകളായി. രേവതി ഗർഭിണിയാണെന്നുള്ള വിവരം പുറത്തു വന്നു. അത് വലിയ ഒച്ചപ്പാടുണ്ടാക്കി. അങ്ങനെ അവസാനം എന്തായി, രേവതി ഇപ്പോൾ അവസാനം പറഞ്ഞ മറ്റൊരു ഡോണറുടെ ഒരു കുട്ടിയെ ദത്തെടുക്കുകയാണ് ചെയ്തതെന്നാണ് പറഞ്ഞത്. രേവതി നേരത്തെ ഒരു ഇതൊക്കെയാണ് ഏകദേശം ആ ചാനലിൽ അയാൾ 5-6 ദിവസം മുൻപേ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ഈ രഞ്ജിത്ത് രേവതി സാധനങ്ങളൊക്കെ, ഗർഭം, കുട്ടി, ഡോണർ, ഭ്രാന്തി എന്തൊക്കെയോ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇപ്പം മലയാളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ കുറേ ചാനലുകളുണ്ട്. അങ്ങനത്തെ ഒരുപാട് ചാനലുകളുണ്ട്. കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള കുറേ ആളുകൾ, അതായത് പണ്ട് മുതലേ സിനിമ, നമുക്ക് കുറച്ച് ഏജ് കഴിഞ്ഞ് നമ്മൾ എന്ത് പറയും, ഇപ്പോഴത്തെ സിനിമ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചൊക്കെ നമ്മൾ അന്ന് സംസാരിക്കും. അന്നത്തെ ഒരു തലമുറയ്ക്ക് ചിലപ്പോൾ നമ്മളാവും പറയുക. ചിലത് തള്ളായിരിക്കാം, ചിലപ്പോൾ നമുക്ക് തോന്നിയത് പറയാൻ പറ്റില്ലല്ലോ. മനുഷ്യനല്ലേ, ഏത് സമയത്ത് എങ്ങനെ പറയുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. നമുക്കിതിൽ എങ്ങനെയാണെന്നുള്ളതൊന്നും അറിയാൻ പാടില്ല. കാരണം ഇത് ഞാൻ നോക്കുന്ന സമയത്ത് കുറേ പേരുണ്ട് ഇതേപോലെ ഇരുന്ന് പഴയ കഥകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ ഗോസിപ്പ് ഏതാ, റിയാലിറ്റി ഏതാ, ഒന്നിനൊരു പ്രൂഫോ കാര്യങ്ങളോ ഇല്ല. രഞ്ജിത്തിനെതിരെ ഒരു പയ്യൻ കേസ് കൊടുക്കുന്നു. ആ പയ്യൻ പറയുന്നു ആ പയ്യനെ ഇങ്ങനെ കൊണ്ടുപോയി നിർത്തി ഫോട്ടോസ് എടുത്ത് അവന് ഭയങ്കര ട്രോമയായി, പ്രശ്നമായി. അത് ലേറ്റർ ഓൺ. പിന്നെ ഈ വേറൊരു കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പയ്യൻ റിലേറ്റഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ എനിക്ക് ആ ഓഡിയോ സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അത് പറയാനോ പുറത്തു വിടാനോ ഇപ്പം പറ്റില്ല. കാരണം അവർക്കത് റെഡിയല്ല, അവരത് റിവീൽ ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞത്. അതെന്തൊക്കെയാണ് അവരുടെ ഫാമിലി മാറ്റേഴ്സ് പ്രോബ്ലംസാണ്. ഓക്കെ, അപ്പോൾ അത് അവിടെ നിൽക്കട്ടെ. അത് എന്തായാലും ഞാൻ പോകുന്നില്ല. കാരണം അറിയാമല്ലോ, അതിനൊരു കറക്റ്റ് പ്രൂഫോ സാധനങ്ങളോ അല്ലെങ്കിൽ അത് വേണ്ടാന്ന് വെച്ചിട്ടാണ് ഞാനത് കേട്ടു, ഞാനതവിടെ വെച്ചു. എന്തായാലും ആ വ്യക്തി രഞ്ജിത്തിനെതിരെ കേസ് കൊടുത്തു. കേസായിട്ട് മുന്നോട്ട് പോകട്ടെ. കയ്യിൽ എന്തൊക്കെയോ പ്രൂഫും കാര്യങ്ങളും ഉണ്ട് പറയുന്നുണ്ട്, അതങ്ങനെ കൊടുക്കട്ടെ. രേവതി എന്ന് പറഞ്ഞൊരു എലമെൻറ്റ് വീണ്ടും ലൈക്ക് ഒരു ആക്ട്രസിൻ്റെ പേര് രേവതി ആഡ് ആവുന്നു. സോഷ്യൽ മീഡിയ വീണ്ടും എന്ത് ചെയ്യുന്നു, രേവതി ഇവർ തമ്മിലുള്ള ബന്ധം, ഇവർ തമ്മിലുള്ള റിലേഷൻ, അല്ലെങ്കിൽ ഇത് ഈ പറഞ്ഞ AMMA പ്ലസ് ഫെഫ്ക പ്ലസ് WCC ഇതെന്താണ് സംഭവിക്കുന്നത്, മൊത്തത്തിൽ ചളകുളമായോ എന്ന രീതിയിലൊക്കെയാണ്. പിന്നെ ഇതിനിടയിൽ കുറേ അധികം സ്ക്രീൻഷോട്ടുകളും കാര്യങ്ങളും, അതായത് ഈ വ്യക്തികളുടെ പേര് എന്തിന് പുറത്ത് വിടണം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ എന്നുള്ള ഒരു രേവതിയുടെ പ്രതികരണമൊക്കെ വീണ്ടും കുത്തിപ്പൊക്കാണ്ടോ. ഇപ്പോൾ ഇതാണ് കാരണം രേവതി പറഞ്ഞത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പേരുകൾ വരണ്ട എന്നുള്ളതിന് രേവതി പറയാനുണ്ടായ കാരണം ഇതാണ്, ഇങ്ങനത്തെ റിലേഷൻസാണ് രേവതിക്കുള്ളതെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വരുന്നുണ്ട് കുറേ കാര്യങ്ങൾ. ഓക്കെ, ഇത് ഞാൻ പറഞ്ഞല്ലോ SIT ഉണ്ട് ഇപ്പോൾ. ഓക്കെ, ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റേറ്റ് തന്നെ ഓർഡർ ചെയ്തിട്ടുണ്ട്. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമുണ്ട്. അതിലേക്ക് കേസുകളുടെ കുത്തൊഴുക്ക് പോകുമ്പോൾ ഞാൻ പറയുന്നത് അവർക്ക് എന്താണെങ്കിലും എക്സ്പീരിയൻസ്ഡ് പോലീസുകാരാവും. അവർക്ക് എന്താണെങ്കിലും ഒരു കേസ് വരുമ്പോൾ അത് ശരിക്കുള്ള കേസാണോ അല്ലാത്ത കേസാണോ എന്നുള്ളത് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അവരത്രത്തോളം ഉള്ള ആളുകളാണ്. പിന്നെ ഈ കേസുകളൊക്കെ എന്ന് പറഞ്ഞാൽ പണ്ടത്തെ കേസുകളും ആയതുകൊണ്ട്
പ്രൂഫ് എവിടെ ഉണ്ട് എന്നുള്ളൊരു ചോദ്യം. ഇപ്പോൾ സിദ്ദിഖിൻ്റെ കേസിൽ നമ്മൾ കണ്ടു, ഹോട്ടലിൽ പോയപ്പോൾ രജിസ്റ്റർ അത് ഇത് കുറച്ച് കാര്യങ്ങൾ കിട്ടും. ഇതിലും മേ ബി ഹോട്ടലിലെ എന്തെങ്കിലും, താജ് ഹോട്ടലാണെന്നാണ് പറയുന്നത്, മേ ബി CCTVയും കാര്യങ്ങളും ഉണ്ടാവും, ആ ടൈമിലാണെങ്കിലും ഉണ്ടാവും താജിലൊക്കെ. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ വേറൊരു എവിഡൻസ് ഇതിനകത്ത് പ്രത്യേകിച്ച്, പിന്നെ ഈ പയ്യനെ ആർക്കോ മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു രഞ്ജിത്ത് ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്, സീനാക്കി എന്നൊക്കെ ഈ ഒരു വ്യക്തി പറയുന്നുണ്ട്. പക്ഷേ ഈ രേവതി എന്നുള്ളൊരു ആക്ട്രസിൻ്റെ പേരോ അല്ലെങ്കിൽ രേവതി എന്നുള്ള ആ ഒരു ഈ പയ്യൻ പറഞ്ഞതല്ലാതെ അതിലേക്ക് കണക്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഇത് രേവതി തന്നെ ആവാനോ, അല്ലെങ്കിൽ പിന്നെ ആ പെർട്ടിക്കുലർ ഡേറ്റിൽ ഇവന് കൃത്യമായ ഓർമ്മ വേണം, ഇന്ന ഡേറ്റിൽ അവിടെ പോയി, അപ്പോൾ ആ ഡേറ്റിൽ പോയ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ വാട്സാപ്പോ അല്ലെങ്കിൽ ഇങ്ങനെ അയച്ചു കൊടുത്തതൊന്നും അറിയാൻ പാടില്ല, അതിൻ്റെ ഹിസ്റ്ററി സാധനങ്ങൾ കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. ഏത് ഫോണോ 2012-13 എനിക്ക് ഫോണും കാര്യങ്ങളൊക്കെ ഇനി എപ്പോൾ ആരും ഒന്നിനും ഒരു പിടുത്തമില്ല. ഓക്കെ, എന്താണെങ്കിലും സോഷ്യൽ മീഡിയ ഈ രേവതി രഞ്ജിത്ത് കാര്യങ്ങൾ നല്ല രീതിയിൽ ആഘോഷിക്കുന്നുണ്ട്. ഇപ്പോൾ WCCൻ്റെ രേവതി തന്നെ ഇപ്പോൾ എന്തായി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പല രീതിയിലുള്ള ട്രോളും മീമും കാര്യങ്ങളൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ജസ്റ്റ് എ നെയിം ആണത് വെച്ചത്. അറിയില്ല, അന്വേഷണവും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിട്ട് ഇനി മുന്നോട്ട് പോട്ടെ. അതിനിടയിലാണ് ഈ ക്രൈം സ്റ്റോറി പോലത്തെ ചാനലിൽ വരുന്ന കുറേ സോക്കോൾഡ് ഗോസിപ്പുകളൊക്കെ ഇപ്പോൾ ഇങ്ങനെ പൊന്തി വരുന്നത്. ആൻഡ് ദാറ്റ് സോക്കോൾഡ് ഗോസിപ്പുകൾ ഇപ്പോൾ മലയാളികൾ ഭയങ്കരമായിട്ട് വിശ്വസിക്കാൻ തുടങ്ങിയെന്ന് എനിക്കൊരു ഭയങ്കര ഡൗട്ടുണ്ട്.